ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. കാരണം എനിക്ക് ഓരോ സമയത്തും ഓരോ മൂഡാണ്. ഉച്ചയ്ക്ക് ഇപ്പോൾ നല്ല മൂഡാണെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം ഭയങ്കര ദേഷ്യമായിരിക്കും. അങ്ങനെ ഓരോ സമയത്തും ഓരോ ഗുണങ്ങളാണ് എനിക്ക്. അപ്പോൾ ഗുണം മീൻസ് സ്വഭാവങ്ങൾ, നമ്മളെവിടെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സോ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയത്തില്ല. എടുക്കുന്നവരേക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. രാവിലെ തന്നെ ഞാൻ ഇവിടെ അമ്മ ഉണ്ടാക്കി തന്ന ഹോർലിക്സ് കുടിക്കുകയാണ് ഗൈസ്. ഹോർലിക്സൊക്കെ കുടിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പനിയാണ് ഗൈസ്. വീട്ടിൽ വന്ന് കുറച്ച് സുഖിച്ച് നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ തൊലിപ്പനി, ഓരോ അവസ്ഥകളാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ബൂസ്റ്റ് കുടിക്കാം, ഹോർലിക്സ് കുടിക്കാം ഗൈസ്. അമ്മ നോക്കാൻ പറഞ്ഞ ദോശയാണ്. കരിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. കരിഞ്ഞിട്ടില്ല, ചെറുതായിട്ട് ഇപ്പോൾ മുരിഞ്ഞു പോയെന്ന് തോന്നുന്നു. കരിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ദോശ ചൂടാം. ഞാൻ ദോശ ചുട്ടത് നിങ്ങൾക്ക് കാണാൻ വയ്യേ? എന്നെ മാത്രമേ കാണത്തുള്ളൂ. സോ കാരണം എൻ്റെ ഈ സ്റ്റാൻഡില്ല ഗൈസ്. ആകെ എൻ്റെ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. ഈ ഫോൺ വെച്ച് മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ലൈറ്റ് ഇല്ല, മൈക്കില്ല, സ്റ്റാൻഡില്ല, ഒന്നുമില്ല. ഇതൊക്കെ എനിക്കിനി വാങ്ങണം. സോ അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ദോശ ഇങ്ങനെ പരത്തി വെച്ചത് കാണാൻ പറ്റാത്തത്. ഞാൻ കാണിച്ചേ ഗൈസ്, ഇതാണ് ഞാൻ പരത്തിയ ദോശ. ഇത് കറക്റ്റ് ഷേപ്പായെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ മതി. സക്സസ്ഫുള്ളി നമ്മൾ ഒരു ദോശ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കിനി ഒന്ന് വെളിയിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ യൂഷ്വലി ഞാൻ ഇത് തന്നെയാണ് ഇടുന്നത്. ഇതിലൊരു പാൻറ്റും കൂടെ ഇട്ടാൽ മതി. അപ്പോൾ പാൻറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഒന്ന് മുടിയൊക്കെ കെട്ടി സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട, കാരണം റൂമൊക്കെ നല്ല അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എനിക്ക് തോന്നണം, എന്നാലും ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കത്തുള്ളൂ. എന്ന് നമുക്ക് മാക്സിമം അത് സെറ്റാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഗൈസ്. ഇല്ല, ഞാൻ അവിടെ പോയി ലൈനിങ് വാങ്ങിച്ചിട്ട് എന്നിട്ട് കഴിക്കാം. വണ്ടി എടുത്തോട്ടാ. തിന്നോണ്ട് പോയാൽ ലൈനിങ് വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഇനി വന്നാ പോലെ. സമയത്ത് ആഹാരം കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ. നോ, എനിക്ക് ഫസ്റ്റ് ലൈനിങ് വാങ്ങണം. നിങ്ങൾ നമ്മള് പറയണ കേൾക്കാൻ വേണ്ടി നിങ്ങൾ തോന്നിയ നമുക്ക് ചെയ്യാം. ഓക്കെ, വണ്ടി എടുത്തോട്ടാ. നിങ്ങൾ വണ്ടി എടുക്കാൻ കുണ്ടി എടുക്കാൻ. ഓക്കെ. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ ഫൈനലി തുണി വാങ്ങിച്ചു. ഇത് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ അടുത്തുള്ളൊരു കടയിൽ തന്നെ ഞാൻ പോയി വാങ്ങിച്ചു, കാരണം എനിക്ക് വേറെ എവിടെയും പോകാനായിട്ട് വയ്യ. അപ്പോൾ വണ്ടി പോയി. അപ്പോഴേക്ക് പെട്ടെന്ന് എനിക്ക് ഒരുമാതിരിയായി പോയി വീഡിയോ എടുക്കാനായിട്ട്. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ഗൈസ്? കമൻറ്റ് ചെയ്യുക. അവിടുത്തെ ആൻറ്റി എൻ്റെ മുന്നേ, ഇവിടെ ഈ നാട്ടിൽ വന്ന ഇതാണ് പ്രശ്നം. ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ പിന്നെ അവരെ പിന്നെ അങ്ങ് കൊല്ലും അവർ. അത് പിന്നെ എങ്ങനെയുണ്ട് മോളെ, ഇത് പിന്നെ എങ്ങനെയുണ്ട് മോളെ, പഠിത്തം എങ്ങനെയുണ്ട് മോളെ, പിന്നെ നമ്മളങ്ങ് 4-5 വർഷം മുമ്പ് പഠിച്ച +2 കാര്യം വരെ അവർ ചോദിക്കും. മാർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ നഴ്സിംഗ് എടുത്താൽ അതൊന്നും ഈ ആൻറ്റിമാർക്ക് അറിയാൻ വയ്യേ. എനിക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്കിത് എന്തായാലും അക്കിന്ന ആൻറ്റീൻ്റെ വീട്ടിലോട്ട് പോകാം. അവിടെ ഇത് സംഭവം കൊടുക്കണം. ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ഇത് കൊടുക്കണമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റേ പറഞ്ഞില്ലേ, എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു. പിന്നെ എനിക്ക് മടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പല ശബ്ദങ്ങളും കേൾക്കാൻ പറ്റുമായിരിക്കും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മളവിടെ തയ്ക്കാൻ പോയി. പക്ഷേ ചേച്ചിക്ക് കുറച്ച് വർക്കായതുകൊണ്ട് തന്നെ ചേച്ചി ഒരുപാട് തയ്യൽ പിടിച്ച് വെച്ചേക്കുന്നു. അതുമല്ല, എന്നെ നല്ല ലക്കിനനുസരിച്ച് ഇങ്ങോട്ട് പോകുന്ന ഗൈസ്.
എൻ്റെ ലക്കിനനുസരിച്ച് ചേച്ചിയുടെ കയ്യും വയ്യ. സൂപ്പർ. ആദ്യമേ ഇറങ്ങിയപ്പോഴേ എനിക്ക് ശകുനങ്ങളാണ്. അല്ലെങ്കിൽ ഞാൻ എന്തൊരു കാര്യം ചെയ്യാൻ വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. രാവിലെ തന്നെ ദോശയും ചിക്കൻ കറിയും കഴിച്ചു. ഇത് കഴിക്കാതെ പോയതിനാണ് എനിക്ക് നേരത്തെ ചിത്തളി കേട്ടാം. സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അമ്മേനെ വീട്ടിൽ കീറും. കാരണം ഇപ്പം ഞാൻ ഇരിക്കുന്ന പരുവത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ആവണമെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഫുഡ് കഴിക്കണം. സോ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഫ്ലോപ്പായ സാധനം ഒന്ന് സെറ്റാക്കണം. ഞാൻ കഴിച്ചിട്ട് വരാം. ഗൈസ്, ഞാൻ അലഞ്ഞ് ഒരു സ്ഥലത്ത് ലാസ്റ്റ് ഞാൻ സെറ്റാക്കി. പക്ഷേ അവിടെ എന്തോന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൻറ്റിക്ക് ഇപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു വയ്യ, ഒട്ടും വയ്യ, ഒരു ദിവസത്തിനുള്ളിൽ എനിക്ക് സെറ്റാക്കി തരാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. എനിക്കിനി ഒരു സ്ഥലത്തോട്ട് പോകാനും വയ്യ. കാരണം ഇതുവരെ ആയിട്ട് മെഡിസിൻ പോലും ഞാൻ കഴിച്ചിട്ടില്ല. സമയം 11 മണിയാവാൻ പോകുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. സോ അതങ്ങ് ക്യാൻസൽ ആക്കിയല്ലേ. മൂഡ് പോകുന്നു ഫുള്ള് മൂഡ് പോവുക. കാരണം നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് പിന്നെ അങ്ങ് ഒരുമാതിരിയാണ്. സോ നമ്മളിനി അടുത്ത ആരുടെങ്കിലും ആയിട്ട് ഒന്ന് പോകണം. ആരുടെങ്കിലും അടുത്ത് പോകണം. എന്തായാലും സെറ്റാക്കിയാലേ പറ്റുള്ളൂ. അത് അവിടെ കൂടെ പോയി നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഇറങ്ങത്തില്ല. എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ വയ്യ. എനിക്ക് വയ്യ, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ പോയി നോക്കാം. ഹായ് ഗായ്സ്, എന്തായാലും എനിക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഈ വ്ളോഗ് ഫുള്ളായിട്ട് എടുക്കാൻ എന്തായാലും പറ്റത്തില്ല. കാരണം എൻ്റെ കണ്ടീഷൻ നല്ല ബാഡായിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട് തന്നെ ഇപ്പോഴും ചേഞ്ചായി തുടങ്ങി. എനിക്ക് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഫോളോ ചെയ്യുക. ഫോളോ അല്ലല്ലോ, ഇത് ഇൻസ്റ്റയിലല്ലോ, ഞാൻ മറന്നുപോയി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.